blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് ലോകം എമ്പാടും ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഈ ആഴ്ചയിലെ ഓരോ എപ്പിസോഡും ഓരോ ദിവസവും നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറഞ്ഞതായി തീരുവാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, മുംബൈയിൽ നിന്നുള്ള സൂസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് ലഭിക്കുവാനുള്ള പണം മുഴുവൻ മടക്കി കിട്ടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മകൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്നത് നിമിത്തം ഓരോ വ്യക്തിയെയും സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം മെയ് 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. Today I'm going to speak about practical holiness, and this is the last one in this message series. ഞാൻ ഇന്ന് നിങ്ങളോടുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രായോഗിക വിശുദ്ധിയെക്കുറിച്ചാണ്. നമ്മൾ വിശുദ്ധി എന്ന നമ്മുടെ സന്ദേശ ശൃംഖലയിലെ അവസാനത്തെ ഭാഗമാണിത്. As you know, holiness is just opposite of unholiness, the bad nature. നമുക്കറിയാമല്ലോ, വിശുദ്ധി എന്നത് അശുദ്ധിയുടെ നേർവിപരീതമാണ്. In other words, it is against sinfulness. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് പാപത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. We can broadly classify sins into two categories. നമുക്ക് പ്രധാനമായും എല്ലാ പാപങ്ങളെയും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. Number one is called sins of commission. ഒന്നാമത്തേത് പ്രവൃത്തിയാലുള്ള പാപങ്ങൾ എന്ന് പറയുന്നു. That means doing what we ought not to do. അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ ചെയ്യുവാൻ പാടില്ലാത്തത് നമ്മൾ ചെയ്യുന്നതാണ്. All the don'ts that we do. അരുത് എന്ന് പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. In the Bible, God has commanded so many things that we should not do. ചില കാര്യങ്ങൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. Because that is against God's nature, that is against God's will. കാരണം അത് ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ സ്വഭാവത്തിനും പ്രകൃതത്തിനും എതിരായിരിക്കും. But because of our sinfulness, we have a tendency and a trend to do exactly the things that God has forbidden. എന്നാൽ നമ്മുടെ പ്രകൃതം അനുസരിച്ച് ദൈവം എന്താണോ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ചെയ്യുവാനുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രചോദനം നമ്മുടെ അകത്തുണ്ടായിരിക്കും. The first sin that was ever committed by human beings was a sin of commission. ആദ്യം മനുഷ്യൻ ചെയ്ത ആദ്യ പാപം എന്നത് ഇതുപോലെ പ്രവൃത്തിയാലുള്ള അരുത് എന്ന് പറഞ്ഞത് അവൻ ചെയ്തത് മൂലമുള്ള പാപം. As you know the story, the creation story, God created the first man and Eve, and they were put in a garden called Eden. നമുക്കെല്ലാവർക്കും ആ സൃഷ്ടിപ്പിന്റെ കഥ അറിയാമല്ലോ. ദൈവം ഏദൻ തോട്ടത്തെ സൃഷ്ടിച്ചിട്ട് ആദാമിനെയും ഹവ്വയെയും ആ തോട്ടത്തിലാക്കി വെച്ചു. And God gave them a commandment. ദൈവം ഒരു കൽപ്പന അവർക്ക് കൊടുത്തു. What was the commandment? എന്തായിരുന്നു ആ കൽപ്പന? You should not eat the fruit of the tree which is in the center of the garden. തോട്ടത്തിലെ മധ്യത്തിൽ തന്നെയുള്ള ആ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നീ കഴിക്കരുത്. And Eve did just the opposite. പക്ഷേ ഹവ്വ അതിന് നേർ വിപരീതമായി പ്രവർത്തിച്ചു. She did eat it, and also her husband Adam was given, and he also ate it. അവൾ അത് ഭക്ഷിക്കുകയും തൻ്റെ ഭർത്താവായ ആദാമിന് ഭക്ഷിക്കാൻ നൽകുകയും ചെയ്തു. So that was the first sin, a sin of commission. അതായിരുന്നു ആദ്യത്തെ പാപം. അതെന്താണ്? പ്രവൃത്തിയാലുള്ള അരുത് എന്ന് പറഞ്ഞത് ചെയ്തത്. After that, God added so many other commandments to it.
എന്നാൽ അതിനുശേഷം കർത്താവ് നിരവധി കൽപ്പനകൾ ഒപ്പം കൂട്ടിച്ചേർത്തു. God said you should not murder, നിങ്ങൾ കുല ചെയ്യരുതെന്ന് പറഞ്ഞു, you should not steal, മോഷ്ടിക്കരുത്, you should not covet somebody else's belongings, മറ്റുള്ളവരുടെ വസ്തുക്കൾ നിങ്ങൾ മോഹിക്കരുത്, and so many other commandments the Lord gave. അങ്ങനെ നിരവധി കൽപ്പനകൾ കർത്താവ് നൽകി. But because of the sinfulness in us, we tend to do all these things that are forbidden. എന്നാൽ കർത്താവ് അരുതരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അകത്തുള്ള പാപ സ്വഭാവം മൂലം നമ്മൾ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് അകത്തുണ്ടാവുന്നു. But what happens is when we do that, we are going away, drifting away from the holiness of God. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ അകന്നു മാറുകയാണ് ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. Praise God. Praise the Lord. The second category of sin is called sin of omission. രണ്ടാമത്തെ ഗണം എന്നുള്ളത് ഉപേക്ഷയാലുള്ള പാപങ്ങൾ. Meaning failing to do what we ought to do. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതാണ് ഇതിന്റെ അർത്ഥം. In other words, not doing all the do's. കർത്താവ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് രണ്ടാമത്തെ ഗണം. Did you get the point? നിങ്ങൾക്ക് മനസ്സിലായോ? What is a sin of commission? എന്താണ് പ്രവൃത്തിയാലുള്ള പാപങ്ങൾ? What is a sin of commission? എന്താണ് പ്രവൃത്തിയാലുള്ള പാപങ്ങൾ? Doing that which is forbidden. കർത്താവ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. What is a sin of omission? എന്താണ് ഉപേക്ഷയാലുള്ള പാപങ്ങൾ? Failing to do what we ought to do. നമ്മൾ ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത്. James chapter 4 and verse number 17. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വചനം. This is a clear definition for sins of omission. ഇത് ഉപേക്ഷയാലുള്ള പാപങ്ങളുടെ വളരെ കൃത്യമായ നിർവചനം നൽകുന്ന വചനമാണ്. If anyone then knows the good they ought to do and doesn't do it, it's a sin for them. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. എല്ലാവരും ചേർന്ന് പറയാമോ? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ. Hallelujah. ഹല്ലേലൂയ. So it's not enough that we don't do what is sinful, but we have also to do that which is good. നമ്മൾ കർത്താവ് അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മാത്രം പോരാ, നമ്മൾ കർത്താവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളവ ചെയ്യുക കൂടെ ചെയ്യണം. Hallelujah. ഹല്ലേലൂയ. Then only it will be complete obedience. അപ്പോഴാണ് അത് പൂർണ്ണമായ അനുസരണമായി മാറുന്നത്. Shall I give you one more verse? ഞാൻ നിങ്ങൾക്ക് ഒരു വചനം കൂടെ നൽകട്ടെ. Matthew chapter 25 മത്തായി സുവിശേഷം 25 verse number 42 and 43. 42-43. Jesus says, "For I was hungry and you gave me nothing to eat. I was thirsty and you gave me nothing to drink. I was a stranger and you did not invite me in. I needed clothes and you did not clothe me. I was sick in prison and you did not look after me." എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളിച്ചെയ്യും. Hallelujah. ഹല്ലേലൂയ. So the Holy Spirit is residing in us and the Holy Spirit is prompting us to do good things for others. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളുടെ അകത്ത് വസിച്ചുകൊണ്ട് നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. Matthew chapter 5, Jesus said, "You are called to be the salt of the earth and the light of the world." മത്തായി സുവിശേഷം 5 കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമാണ്. How can you be the light of the world? എങ്ങനെയാണ് നമുക്ക് ലോകത്തിന് വെളിച്ചമാകാൻ In കഴിയുക? the following verses, Jesus says, "Let the people outside there see the good things in you and let them glorify the Father." So the good things are the light that is shining in the dark world. തുടർന്നുള്ള വചനങ്ങളിൽ കർത്താവ് പറയുകയാണ്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ നല്ല പ്രവൃത്തികളാണ് മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ട പ്രകാശം എന്നത്. Wherever you are living, wherever you are staying, wherever you are residing, you have to do good things for others in the neighborhood. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, എവിടെയാണോ വസിക്കുന്നത്, അവിടെ നമ്മൾ നമ്മുടെ അയൽക്കൂട്ടത്ത്, നമ്മുടെ അയൽവാസികളുടെ ഇടയിൽ നമ്മൾ നന്മകൾ ചെയ്യേണ്ടതാണ്. Acts chapter 10 verse number 38, Jesus did the same thing. He went around doing good. അപ്പോസ്തലപ്രവൃത്തികൾ 10:38 പറയുന്നു, യേശു നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. Hallelujah. Hallelujah. Ephesians chapter 2 and verse number 10, we are created in Christ to do good things. എഫേസ്യർ 2:10 പറയുന്നു, ക്രിസ്തുയേശുവിൽ നന്മ ചെയ്യുവാനായി, സൽപ്രവൃത്തികൾക്കായിട്ട് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. Luke chapter 12 verse
verse number 47 and 48. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 47-48. This is another context where Jesus is giving us an example or a strong instruction about doing good things in our lives. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ നല്ല രീതിയിൽ കർത്താവ് നമ്മളെ കാണിച്ചു തരുന്ന, പ്രബോധിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത്. Luke chapter 12 verse number 47 and 48. ലൂക്കോസ് 12-47-48. The servant who knows the master's will and does not get ready or does not do what the master wants will be beaten with many blows. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. But the one who does not know and does things deserving punishment will be beaten with few blows. From everyone who has been given much, much will be demanded, and from the one who has been entrusted with much, much more will be asked. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. Hallelujah. ഹല്ലേലൂയ. Some of us, we have received much from the Lord. നമ്മളിൽ പല ആളുകളും നമ്മൾ കർത്താവിൽ നിന്ന് ധാരാളം സ്വീകരിച്ചവരാണ്. We have received a lot of Bible knowledge, ഒത്തിരി ബൈബിൾ പരിജ്ഞാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. a lot of anointing of the Holy Spirit, പരിശുദ്ധാത്മാവിൽ ഒത്തിരി അഭിഷേകം a പ്രാപിച്ചിട്ടുണ്ട്. lot of opportunities to grow in the Lord. കർത്താവിൽ വളരുവാൻ നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. But if we are not growing, if we are not doing good, if we are not yielding good fruit, what happens is the punishment will be more. എന്നാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വളരുന്നില്ല എങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നില്ല എങ്കിൽ ഒരു ശിക്ഷ അവിടെ ഉണ്ടായിരിക്കും. Hallelujah. ഹല്ലേലൂയ. When it is prayer time and if you are still watching TV, skipping your prayer time, what happens? You are committing a sin of omission. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമായിട്ടും നിങ്ങൾ ടിവിയുടെ മുൻപിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു ഉപേക്ഷയാലുള്ള പാപം ചെയ്യുകയാണ്. Hallelujah. ഹല്ലേലൂയ. And if you are a parent, if you are a father or mother, and you know the parental responsibility, but if you are neglecting the parental responsibility, that is a sin of omission. നിങ്ങൾ ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ, മാതാപിതാക്കളെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ നന്നായി ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഉപേക്ഷയായുള്ള പാപത്തിൽ അകപ്പെടുന്നു. Hallelujah. Hallelujah. You are getting some income weekly or monthly, but if you are not separating God's portion, offerings, etc. for the Lord's ministry, what you are doing is a sin of omission. നിങ്ങൾക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഒരു വരുമാനം ലഭിക്കുന്നു, ശമ്പളം ലഭിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ ഭാഗം, കർത്താവിൻ്റെ പോർഷൻ നിങ്ങൾ മാറ്റി വയ്ക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യുന്നത്? ആ ഉപേക്ഷയുള്ള പാപമാണ് നിങ്ങൾ ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. But we are called to lead a life of holiness. എന്നാൽ നമ്മൾ വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. Hallelujah. ഹല്ലേലൂയ. Now I am going to take you to the book of Galatians. ഞാൻ നിങ്ങളെ ഗലാത്യ ലേഖനത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. We all are going to march to chapter number 5. നമ്മൾ ഒരുമിച്ച് 5-ാം അധ്യായത്തിലേക്ക് പോകുന്നു. Hallelujah. ഹല്ലേലൂയ. Walk and walk till you reach chapter 5. നിങ്ങൾ ആ 5-ാം അധ്യായം എത്തുന്നവരെ നടന്നു ചെല്ലുക. And when you reach verse number 19, stop. അങ്ങനെ 5-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം എത്തുമ്പോൾ നിർത്തുക. If you reached 19th verse, shout hallelujah. ആ 19-ാമത്തെ വചനം കിട്ടിയവർ ഒരു വലിയ ഹല്ലേലൂയ പറയുക. All right. Verse number 19, the acts of the flesh are obvious: sexual immorality, impurity and debauchery. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. Then verse number 20, idolatry and witchcraft, hatred, discord, jealousy, fits of rage, selfish ambition, dissensions, factions. വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. 21, and envy, drunkenness, orgies and the like. I warn you, as I did before, those who live like this will not inherit the kingdom of God. മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. How many of you are attentive? Shout hallelujah. ശ്രദ്ധയോടിരിക്കുന്നവർ ഒരു ഹല്ലേലൂയ. I know we are all believers. We say that we have escaped sins,
but still the admonition from the Holy Spirit is coming so that we will lead a much more holier life. നമ്മൾ എല്ലാവരും ദൈവമക്കളാണ്. നമ്മളെല്ലാവരും പറയുന്നത് ഞാൻ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടവരാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ തർജ്ജനം, പ്രബോധനം വീണ്ടും വരികയാണ്, നമ്മൾ വീണ്ടും വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട്. Hallelujah. Hallelujah. There was a great man and doctor, and his name is Dr. Ed Murphy. He classified this list into 4 classifications. ഈ ഇപ്പോൾ നമ്മൾ വായിച്ച ആ പാപത്തിന്റെ നിരയെ ഡോക്ടർ എഡ് മർഫി എന്ന് പറയുന്ന ദേവദാസൻ ഇങ്ങനെ ഇപ്രകാരമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 4 classes. നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നു. Number 1, moral sins. ഒന്ന്, ധാർമ്മിക പാപങ്ങൾ. Starting from the very beginning in the list, three sins can be taken: sexual immorality, impurity, and debauchery. ആദ്യത്തെ ആ ലിസ്റ്റ് മുതൽ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ 3 പാപങ്ങൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. These 3 sins come under moral sins. ഈ 3 പാപങ്ങളും ധാർമ്മിക പാപങ്ങളുടെ കീഴിൽ വരുന്നു. When we go through this, keep praying in your spirit, Lord, help me to shun away all these sins. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഇത് ഈ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണം. How many of you really want to lead a holy life? നിങ്ങൾ എത്ര പേർക്ക് ശരിക്കും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹമുണ്ട്? Shout hallelujah. ഒരു വലിയ ഹല്ലേലൂയ. Second one, religious or occultic sins. രണ്ടാമത്തേത് മതപരമായ പാപങ്ങൾ. And idolatry and witchcraft, 2 sins come under this category. അതിൽ വിഗ്രഹാരാധനയും ആഭിചാരവും ഈ ഗണത്തിൽ വരുന്നതാണ്. Hallelujah. Hallelujah. I believe all of you who are listening to this have got away from these 2 sins. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണെന്ന് വിശ്വസിക്കുന്നു. Number 3, social sins. 3, സാമൂഹിക പാപങ്ങൾ. Which are they? ഏതൊക്കെയാണത്? Hatred, discord, jealousy, fits of rage, selfish ambition, dissension, division, and envy. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. Why are these sins called social sins? എന്തുകൊണ്ടാണ് ഈ പാപങ്ങളെ സാമൂഹിക പാപങ്ങൾ എന്ന് പറയുന്നത്? When somebody commits these sins, what happens is the social life will be affected. കാരണം ഈ പാപങ്ങൾ ഏതെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ അവരുടെ സാമൂഹിക ജീവിതം അത് താറുമാറാകുന്നു. Relationships will be broken. ബന്ധങ്ങൾ തകരുന്നു. For example, if you have hatred in your life, ഉദാഹരണമായിട്ട് നിങ്ങളുടെ അകത്ത് വലിയ പകയുണ്ടെങ്കിൽ the relationship with the person whom you hate will be cut. നിങ്ങൾ ആർക്കെതിരെയാണോ പകയുള്ളത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം തകർന്നു പോകുന്നു. See, the other sins in the list are discord, jealousy, fits of rage, selfish ambition, dissension, division, envy. All these sins will affect our social life. മാത്രമല്ല പിണക്കം, സംശയം, ക്രോധം, ശാഠ്യം, ഭിന്നത, അസൂയ അങ്ങനെയുള്ള എല്ലാ പാപങ്ങളും നമ്മളുടെ സാമൂഹിക ബന്ധങ്ങളെ താറുമാറാക്കുന്നതാണ്. കുവൈറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ മകൻ കുഴഞ്ഞു വീണു. തളർന്നതുപോലെ പനി പെട്ടെന്ന് കൂടിയിട്ട് കൈകാലുകളെല്ലാം തളർന്നതുപോലെയായി. തന്നെ എടുത്തുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ബ്ലഡെല്ലാം ചെക്ക് ചെയ്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇവനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ കണ്ടുപിടിച്ചത് ഈ ഞരമ്പിനകത്തൊരു കോട്ടിംഗ് പോലെയുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ ബലപ്പെടാത്തതുപോലെയുള്ളൊരു അസുഖം. JBS എന്നാണ് ആ ഒരു രോഗത്തിൻ്റെ. JBS എന്ന് പറയുന്ന രോഗമാണ്. JBS എന്നാണ് അത് 1 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന രോഗമാണത്. അപ്പോൾ അത് പറയുന്നത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെയും അത് വരാനുള്ള സാധ്യതകളെല്ലാം ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഈ ബ്രദർ ആ സമയത്ത് കുവൈറ്റിലാണ്. ഇവർ 15 ദിവസം വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ഇഞ്ചക്ഷനും ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തു. തിരിച്ചു വന്നു. മകൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ നവംബർ മാസം പിന്നെയും ഈ അസുഖം വരുവാനിടയായി. ഇവർ ആ സമയത്ത് മകനെ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുറേയധികം ദിവസങ്ങൾ അവിടെ കടന്ന് ട്രീറ്റ് ചെയ്തു. അതിനുശേഷം മകൻ വീട്ടിൽ വന്നിട്ട് മകന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. തൻ്റെ ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെടുന്നു. തനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ കുളിക്കാനോ പോലും മകന് കഴിയില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഈ പിതാവ് അവിടെ നിന്ന് വന്ന് മകൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പിതാവ് പറഞ്ഞത്, മകൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഈ മകന് തീരെ വയ്യ. താനാണ് മകനെ കുളിപ്പിക്കുന്നത്, ഭക്ഷണം വാരി കൊടുക്കുന്നത്, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല,
പറ്റുന്നില്ല. ഇങ്ങനെ ഒത്തിരി ഡിഫിക്കൽറ്റി ആയിട്ടുള്ളൊരു കാര്യത്തിലൂടെയായിരുന്നു കുറച്ച് മാസങ്ങളായിട്ട് ഇവർ പോയിക്കൊണ്ടിരുന്നത്. ഈ ബ്രദർ പറഞ്ഞ കഴിഞ്ഞ ഡിസംബർ മാസം അവസാനം ഒരു ദിവസം ഈ ബ്രദർ കുവൈറ്റിലൊക്കെ ആയിരിക്കുമ്പോഴും നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഡിസംബർ മാസം അവസാനത്തോടു കൂടി ഒരു ദിവസം ഷെമ സിസ്റ്റർ ഇങ്ങനെ TV പ്രോഗ്രാമിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞരമ്പിന് രോഗമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നുവെന്ന്. ഈ പിതാവാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. മകനത് അപ്പുറത്തെ മുറിയിൽ എവിടെയായിരുന്നു. പിതാവ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കർത്താവ് നിന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ഈ സഹോദരൻ പറഞ്ഞത് ജനുവരി ആദ്യമേ തന്നെ മകൻ ആ ശരീരത്തിൻ്റെ ബലം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടി. മകൻ സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി, താൻ അതുപോലെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അതിനുശേഷം ഇതുവരെ ആ രോഗത്തിൻ്റെ യാതൊരു അസുഖം വന്നിട്ടില്ല. ഇവർ ഇതിനിടയിൽ പിന്നെയും ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പൂർണ്ണമായിട്ടും അത് മാറി. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില മെഡിസിൻസ് കൂടെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു, ഡോക്ടേഴ്സിന്റെ സംശയമുള്ളതുകൊണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും മാറി. കർത്താവ് അന്നത്തെ ആ പ്രാർത്ഥനയിലൂടെ ആ മകനെ തൊട്ട് സുഖപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. എക്സാമിന് ഇന്നൊരു എക്സാം ഉള്ളതുകൊണ്ട് പഠിക്കുക. +1 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. അതെ, ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി. സൗഖ്യപ്പെടുത്തിയതിൻ്റെ കൂട്ടുള്ള ഒരു മിറക്കിളായിരുന്നു. പക്ഷപാത രോഗിയെ യേശു സൗഖ്യമാക്കിയതുപോലെ ഉള്ളൊരു സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിന് നന്ദി പറയാമോ? കർത്താവ്, ആ കുഞ്ഞിൻ്റെ പിതാവിനോട് ചേർന്ന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുപോലുള്ള രോഗങ്ങളുമായി ആരെങ്കിലും പ്രയാസപ്പെടുന്നെങ്കിൽ ഇതേ നിമിഷങ്ങളിൽ അവർ കൂടെ സൗഖ്യമാകട്ടെ. അതുകൂടാതെ മറ്റു രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എന്താണോ ഈ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ മേൽ വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം മെയ് 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ അനേക നൂറുകണക്കിന് എപ്പിസോഡുകളിൽ പ്രാർത്ഥനാ സമയത്ത് കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തു. അതിനായി ആദ്യമേ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോൾ തന്നെ ഇനിയും വിടുതലുകൾ ആവശ്യമുള്ള, രോഗസൗഖ്യങ്ങൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവെ, അങ്ങ് രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ക്ഷതമേറ്റിട്ട് എന്തോ ഒന്ന് ബ്രൂസ്ഡ് ആയതുപോലെ ചതഞ്ഞ് രക്തം അവിടെ കട്ട പിടിച്ച് ആ ഭാഗത്ത് ഉള്ള ചില അപകടകരമായ ചില അവസ്ഥകൾ, അത് യേശുവിൻ്റെ നാമത്തിൽ ആ ഭാഗത്തെ ടിഷ്യൂസ് പൂർണ്ണമായും ഹീൽഡ് ആവട്ടെ, വിടുതലുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ ശരീരത്തിലെ ചില സ്ഥലങ്ങളിലുള്ള ലംബുകൾ, ട്യൂമറുകൾ, സിസ്റ്റുകൾ, എക്സ്ട്രാ ഗ്രോത്തുകൾ, മലീഗ്നൻ്റ് ആകാം, അല്ലാതെയാകാം, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ശരീരങ്ങളിൽ നിന്നും അത് മാറിപ്പോകട്ടെ. ആസ്മ ബാധിച്ച രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് തണുത്ത വെള്ളം കുടിക്കുമ്പോഴോ അടുത്ത് വരുമ്പോഴൊക്കെ അതിഭയങ്കരമായി അലർജിക് ആകുന്ന ചില വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. തണുത്ത ആഹാരം കഴിക്കാൻ സാധിക്കാതെ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ശ്വാസമുട്ടലൊക്കെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹെപ്പറ്റൈറ്റിസ് B എന്ന രോഗം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നട്ടെല്ലിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. നട്ടലിനെ ബാധിക്കുന്ന ക്യാൻസർ മാത്രമല്ല, ശരീരത്തിലെ ഏത് ഭാഗത്തുമുള്ള ക്യാൻസറുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൈ മുട്ടിന് ഭയങ്കരമായ പെയിൻ ഉള്ളതുകൊണ്ട് കൈകൾ കൊണ്ട് ശരിയായ രീതിയിൽ ഒന്നും എടുക്കുവാനോ ജോലി ചെയ്യുവാനോ സാധിക്കാത്ത വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വളരെ വ്യക്തമായി മറ്റൊരു ഹീലിംഗ് നടക്കുന്നത് നെക്കിലാണ്. കഴുത്തിൻ്റെ വേദന, തേയ്മാനം തുടങ്ങിയ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന സമയത്ത്
വിവിധമായ രീതിയിലുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഈയിടെയുള്ള ചില മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ സ്കാൻ ചെയ്തത്, അങ്ങനെ ഡയഗ്നോസിസിൻ്റെ ചില പേപ്പറുകളൊക്കെ കയ്യിലുള്ള വ്യക്തികൾ, അതെന്ത് രോഗമാണെങ്കിലും യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ 2 കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകളും രോഗസൗഖ്യങ്ങളും തൽക്ഷണം നടക്കട്ടെ. രോഗാത്മാക്കളാൽ വന്നിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹത്താൽ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണം. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഈ സമയത്ത് വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ വിടുതലുകൾ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കൊല്ലത്താണ്, വെള്ളിയാഴ്ച. അതിലേക്ക് പ്രത്യേകിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക്, CD-കൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം. Amazon.com-ലൂടെ കരസ്ഥമാക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ.